ഇന്ന് കാലത്ത് തന്നെ വെച്ചിട്ട് ഞാൻ ബി പോരെല്ലാം ഒരുക്കി എന്തെന്നില്ലെങ്കിൽ ഇന്ന് എൻ്റെ അനിയന് ബഹ്റൈനിൽ നാട്ടിലേക്ക് വരുന്നുള്ളത്. അപ്പോഴേക്ക് ഉമ്മയുടെ ഇറച്ചിയെല്ലാം മുടിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു മോന് വരുന്ന സന്തോഷത്തിൽ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബി ചായ കുടിച്ചിട്ട് എനിക്കുമ്പോഴത്തേക്ക് എൻ്റെ നേരെ മൂത്തേട്ടെത്തി മക്കോ എല്ലാവരും വന്നു. ഓള് വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബെല്ലിയെട്ടെത്തി മക്കോ മെരിയോന് ഓരെല്ലാം വന്ന്. ആടുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓനെത്തിയിട്ടാകുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര സന്തോഷമായി. പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ചാച്ച വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഓന് നാട്ടിലേക്ക് എത്തി. ആര് വരുന്നുണ്ടെങ്കിലും നാട്ടിൽ നിന്ന് ആര് പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് ഇമോഷണലാണ് ആൾക്കാർ. ഞാൻ എൻ്റെ ഏട്ടത്തിമാർ പിന്നെ ഉമ്മാലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേന് അല്ല ഉമ്മ ഇമോഷണൽ ആവുമപ്പാന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേന്. ബട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടാവും. ഉമ്മ നല്ല ഹാപ്പിയിൽ തന്നെ ഉണ്ടായിന്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഒക്കെ ഇരുന്നിട്ട് കുറച്ച് ബിസിയെല്ലാം പറഞ്ഞ് അതൊരു പൊലിസല്ലേ എല്ലാവരും ഒക്കെ പെരുക്കെ വരുന്ന ഒന്നിച്ച് കൂടുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിട്ടുണ്ടാവും അല്ലേ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പൊട്ടിക്കുന്ന ചടങ്ങിലേക്ക് പോയി. കാര്യമായിട്ടൊന്നും അവന് കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് അവന് അങ്ങനെ ഒരു 10 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നത്. അവനക്ക് പെണ്ണെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻഗേജ്മെൻ്റെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ വന്നെയാണ്. പിന്നെ അപ്പോൾ ഉമ്മാക്ക് ചെറിയൊരു സർപ്രൈസ് അവന് കൊടുത്ത് ഉമ്മാനെ ഹാപ്പിയാക്കി. പാരൻസിനെ ഹാപ്പി ആക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ കടമ അല്ലേ. പാരൻസ് ഹാപ്പിയെങ്കിൽ നമ്മളും ഹാപ്പി.